നമ്മൾ ഇന്നൊരു തീർത്ഥാടനത്തിലാണ്. മലയാളികൾക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന, പോയി വന്നാൽ വീണ്ടും വീണ്ടും പോകണമെന്ന് ആഗ്രഹം തോന്നുന്ന പഴനിയിലേക്കാണ് നമ്മുടെ യാത്ര. നമസ്കാരം, ഞാൻ സൽകുമാർ മുഹമ്മദ്. പ്രദർശന വഴിയിൽ എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴ, എറണാകുളം ഭാഗത്തുള്ളവർ പഴനി തീർത്ഥാടനത്തിന് പോകുമ്പോൾ സാധാരണയായി കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ വഴി പഴനി എന്ന രീതിയിലാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പാലക്കാട് കുതിരാൻ തുരങ്കം കഴിഞ്ഞ് ചെല്ലുമ്പോഴുള്ള വെടിക്കെട്ടിന് പ്രശസ്തമായ നെന്മാറ ശ്രീ നെല്ലിക്കുളങ്ങര ദേവീക്ഷേത്രമാണ് ദർശനത്തിനായി തിരഞ്ഞെടുത്തത്. കുതിരാൻ തുരങ്കം ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. അതിലൂടെയുള്ള യാത്ര നമുക്ക് വേറിട്ടൊരു അനുഭവം നൽകുന്നു. അങ്ങനെ നമ്മൾ പ്രശസ്തമായ നെന്മാറ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. മീനമാസത്തിലെ 20-ാം ദിവസമാണ് പ്രശസ്തമായ നെന്മാറ വേല. ഏപ്രിൽ മാസം ആദ്യ ഞായറാഴ്ചകളിലാണ് സാധാരണയായി വേലയുടെ ഡേറ്റ് വരുന്നത്. ഞങ്ങളുടെ വണ്ടി ബ്ലോക്കിൽപ്പെട്ടതിനാൽ വൈകുന്നേരം നട അടയ്ക്കുന്നതിന് തൊട്ടു മുന്നേയാണ് ഞങ്ങൾ എത്തിയത്. ഭാഗ്യത്തിന് ദർശനം കിട്ടി. ദർശനം കഴിഞ്ഞ ഉടനെ തന്നെ നട അടക്കുകയും ചെയ്തു. ഇനി നമ്മൾ നേരെ പഴനിയിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ടീം. സഹോദരങ്ങളും സുഹൃത്തുക്കളും ചേർന്ന ഒരു ഫാമിലി ട്രിപ്പാണ്. പഴനി അതൊരു വല്ലാത്ത ഫീലാണ്. നിരവധി ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും കണ്ടാലും മതിവരാത്ത, വീണ്ടും കാണണമെന്ന് ഫീലിംഗ് ഉണ്ടാക്കുന്ന എന്തോ ഒന്ന് അവിടെയുണ്ട്. തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിലാണ് പഴനി സ്ഥിതി ചെയ്യുന്നത്. മലയാളികൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് പഴനി. സിദ്ധവൈദ്യനായിരുന്ന ഭോഗർ മഹർഷി നവപാഷാണത്തിൽ നിർമ്മിച്ച ദണ്ഡായുധപാണിയായ മുരുകസ്വാമിയുടെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന പാൽ, പഞ്ചാമൃതം തുടങ്ങിയവയ്ക്ക് ഔഷധ ഗുണമുണ്ടെന്നാണ് വിശ്വാസം. ജ്ഞാനപ്പഴത്തിനായി മയിലിൻ പുറത്തേറി ലോകം ചുറ്റിയ അറിവിൻ പൊരുളായ ആണ്ടവ പെരുമാൾ മലയാളികളെ നോക്കി പടിഞ്ഞാറ് ദർശനമായി വാഴുന്നിടം. പഴനിയിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് കാവടി. ഹിഡുമ്പൻ എന്ന രാക്ഷസൻ്റെ കഥയുമായി ബന്ധമുള്ളതാണ് കാവടി വഴിപാട് എന്ന് കരുതുന്നു. പഴനിയുടെ സമീപത്തുള്ള ഹിഡുമ്പൻ കോവിലിൽ ദർശനവും നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് വഴിയേ പറയാം. തല മുണ്ടനം ചെയ്യുന്നതാണ് മറ്റൊരു വഴിപാട്. ഞാനെന്ന അഹംഭാവം ഉപേക്ഷിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു എന്നതാണ് ഈ വഴിപാടിൻ്റെ പൊരുൾ. ദിവസവും 6 പൂജകളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. രാവിലെ 6:50 വിഴ പൂജയും 8 മണിക്ക് സിറകള പൂജയും 9 മണിക്ക് കാലശാന്തി പൂജയും നടക്കുന്നു.
12 മണിക്ക് ഉച്ചികാല പൂജയോടെ അതുവരെയുള്ള പൂജകൾ പൂർത്തിയാകും. വൈകുന്നേരം 5:30 നടക്കുന്ന സായരക്ഷൈ പൂജയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പൂജയിൽ ദണ്ഡായുധപാണിയായ ഭഗവാൻ രാജകീയ വേഷത്തിലാണ് ദർശനം നൽകുന്നത്. ഇത് ദർശിക്കുന്നത് വളരെയധികം ഐശ്വര്യകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാക്കാല പൂജ 8 മണിയോടെ നടക്കും. ഈ പൂജകൾ അവസാനിക്കുമ്പോൾ ബാലരൂപത്തിലുള്ള മുരുകസ്വാമിക്ക് വിശ്രമം ആവശ്യമായതിനാൽ 9 മണിക്ക് നട അടക്കുന്നു. ഇനിയുള്ളത് ഹിഡുമ്പൻ സ്വാമിയുടെ ദർശനമാണ്. അതിരാവിലെ തന്നെ ദർശനത്തിനായി ഇറങ്ങി. രാവിലെയോ വൈകുന്നേരമോ മാത്രമേ വെയിലുള്ള സമയങ്ങളിൽ ഹിഡുമ്പൻമല കയറാവൂ. അല്ലെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കാത്തതിനാൽ നന്നായി കാലുപൊള്ളും. പഴനിയുടെ അടുത്ത് തന്നെയാണ് ശിവഗിരിമല എന്ന ഹിഡുമ്പൻമല. 540 പടികളാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത്. തമിഴ് പുരാണത്തിൽ പറയുന്ന ഒരു അസുരനാണ് ഹിഡുമ്പൻ. മുരുകസ്വാമിയുടെ പരമഭക്തനുമാണ് എന്നതാണ് വിശ്വാസം. തമിഴ് പുരാണത്തിൽ പറയുന്നത്, ഒരിക്കൽ അഗസ്ത്യമുനി ശിവഗിരി, ശക്തിഗിരി എന്നീ മലകൾ തൻ്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയും അതിനായി ഹിഡുമ്പനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 2 മലകളും കാവടിയുടെ രൂപത്തിൽ തൂക്കിയെടുത്ത് കൊണ്ടുവരുന്ന വഴി പഴനിയിൽ എത്തിയ ഹിഡുമ്പന് ക്ഷീണം തോന്നി. മലകൾ താഴെ വെച്ചുവെന്നും വീണ്ടും മലകൾ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല എന്നും എന്താണ് കാരണമെന്നറിയാൻ മലയിലേക്ക് നോക്കിയ ഹിഡുമ്പൻ ഒരു ബാലകൻ നിൽക്കുന്നതാണ് കണ്ടത്. ജ്ഞാനപ്പഴത്തിൻ്റെ പേരിൽ പിണങ്ങിയെത്തിയ മുരുകനായിരുന്നു അത്. ബാലരൂപത്തിലുള്ള മുരുകനോട് തൻ്റെ യാത്ര തടസ്സപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട ഹിഡുമ്പനുമായി മുരുകൻ യുദ്ധം ചെയ്യുകയും ഹിഡുമ്പൻ വധിക്കപ്പെടുകയുമുണ്ടായി. പിന്നീട് ഹിഡുമ്പൻ്റെ ഉദ്ദേശം മനസ്സിലായ ഭഗവാൻ ഹിഡുമ്പന് ജീവൻ നൽകി. അങ്ങനെ ദണ്ഡായുധപാണിയായ ഭഗവാന്റെ പരമഭക്തനായി മാറുകയും കാവൽക്കാരനായി തീരുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. 2 മലകളും തോളിലേന്തി യാത്ര ചെയ്ത ഹിഡുമ്പനെ അനുസ്മരിച്ചാണ് കാവടി എന്ന വഴിപാട് ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. 13 അടി വലിപ്പമുള്ള വിഗ്രഹമാണ് ഹിഡുമ്പൻ സ്വാമിയുടേത്. മുകളിലെത്തിയാൽ വളരെ ശാന്തമായ അന്തരീക്ഷം. മുന്നിൽ പഴനിമല എന്ന മഹാത്ഭുതവും. കയറ്റം പോലെ തന്നെ ഇറക്കവും അല്പം കഠിനമാണ്. എന്നിരുന്നാലും ഹിഡുമ്പൻ സ്വാമിയെ കണ്ട സംതൃപ്തിയോടെ മലയിറങ്ങി. അങ്ങനെ പഴനിമല യാത്രയിൽ ഇത്തവണ ഹിഡുമ്പൻമല കൂടി സന്ദർശിച്ചു എന്ന സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങുകയാണ്. അടുത്ത ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിങ്ങളുടെ സനൽകുമാർ മുഹമ്മ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.